ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അരുന്ധതിയെയും വിസ്മയെയുമാണ്. അരുന്ധതി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ശ്യാമ പറയുകയാണ്, നിങ്ങൾ 3 പേരും ചേർന്ന് എൻ്റെ അമ്മയെ കൊടുക്കുകയായിരുന്നല്ലേ? അതെ, അങ്ങനെ വേണമെങ്കിലും പറയാം. ഞങ്ങളിതൊക്കെ എന്തിനാ ചെയ്തതെന്നറിയാമോ? ഇന്നത്തെ ഫംഗ്ഷന് നീ എനിക്ക് വേണ്ടി പാടണം, അതിനുവേണ്ടിയാണെന്ന് വിസ്മയ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് ജയേഷ് അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, വാദിയും പ്രതിയും തമ്മിൽ ഇവിടെ വെച്ച് കോംപ്രമൈസ് ആവുകയാണെങ്കിൽ എനിക്ക് അകത്ത് കിടക്കുന്നവരെ കോടതി വരെ ഹാജരാക്കേണ്ടി വരില്ല. ഇല്ലെങ്കിൽ പിന്നെ റിമാൻഡ്, ജയില് അങ്ങനെയൊക്കെ പോകും. ഇത് കേൾക്കുന്ന ശ്യാമ ഒരു ഞെട്ടലോടെ ജയേഷിനെ നോക്കുകയാണ്. തുടർന്ന് അരുന്ധതി പറയുകയാണ്, നീ ഇന്ന് ഫംഗ്ഷന് പാടാമെന്നേ എൻ്റെ കയ്യിൽ അടിച്ച് സത്യം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയെ ഇപ്പൊ തന്നെ പുറത്തിറക്കാം. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, എൻ്റെ അമ്മ അങ്ങനെ മോഷ്ടിക്കുകയൊന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. പുറത്തുപോയ ആദിയും അഖിലും തിരികെ വരുമ്പോൾ ടെൻഷനോടെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് അമൃത. അഖി, നിന്നെ ശ്യാമ വിളിച്ചിരുന്നോ എന്ന് അമൃത ചോദിക്കുമ്പോൾ ഇല്ല ഏട്ടത്തി എന്ന് അഖിൽ പറയുന്നു. എടാ, ഞാനും ശ്യാമയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ശ്യാമയ്ക്ക് ഒരു ഫോൺ കോൾ വരികയും ശ്യാമ ഇവിടുന്ന് ടെൻഷനോടെ നിന്നെ തിരക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവളെ ഇവിടെ കണ്ടിട്ടില്ല. നിന്നെ എങ്ങാനും വിളിച്ചിരുന്നോ എന്ന് ചോദിക്കും. ഇല്ല ഏട്ടത്തി, ഞാൻ വിളിച്ചു നോക്കാമെന്ന് അഖിൽ പറയുന്നു. അത്രയും പറഞ്ഞ് അഖിൽ തൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ശ്യാമയുടെ കോളുകളെല്ലാം അഖിൽ കാണുന്നത്. ഏട്ടത്തി, ശ്യാമ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അത്രയും പറഞ്ഞ് അഖിൽ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പെട്ടെന്ന് ശ്യാമയ്ക്ക് കോള് വരുമ്പോൾ അരുന്ധതി ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുകയാണ്. അഖിലെന്നല്ല, സാക്ഷാൽ ആനന്ദവർമ്മ വന്നാലും ഇവിടെ ഒന്നും സംഭവിക്കാനേ പോകുന്നില്ല. പട്ടാപ്പകലെ സ്വർണമാ മോഷ്ടിച്ചിരിക്കുന്നത്. അതും തൊണ്ടി മുതലോടുകൂടി തന്നെ പ്രതിയെ പിടിക്കുകയും ചെയ്തു. ഇവിടുന്ന് നേരെ കോടതിയിലേക്ക്. പിന്നെ നിന്റെ അമ്മയെ സെൻട്രൽ ജയിലില്ല. നീ തന്നെ തീരുമാനിച്ചോ എന്ത് വേണമെന്ന്. അതേസമയം ദേവകിയെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് ശ്യാമ ജയേഷിനോട്, എൻ്റെ അമ്മ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അരുന്ധതി മേഡം കേസ് പിൻവലിക്കുകയാണെങ്കിൽ ഇവരെ ഞാൻ കോടതിയിൽ ഹാജരാക്കുകയില്ലെന്ന് ജയേഷ് പറയുന്നു. തുടർന്ന് അരുന്ധതി പറയുകയാണ്, കേസ് വേണമെങ്കിൽ ഞാൻ പിൻവലിക്കാം, പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. നിനക്കതിന് സമ്മതമാണെങ്കിൽ എനിക്കും കേസ് പിൻവലിക്കാൻ സമ്മതമാണ്. നിന്റെ അമ്മ ജയിലിൻ്റെ അകത്ത് കിടക്കണോ അതോ നീ ഞാൻ പറയുന്നതനുസരിക്കുന്നോ? അതേസമയം ദേവകിയെ 2 കോൺസ്റ്റബിൾ ചേർന്ന് പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയാണ്. തുടർന്ന് ശ്യാമ പറയുകയാണ്, നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്ന് എനിക്കറിയാം. ഇന്നത്തെ ഫംഗ്ഷന് ഞാൻ വിസ്മയ്ക്ക് വേണ്ടി പാടണം. അതിനുവേണ്ടി നിങ്ങൾ ആ ജയേഷുമൊത്ത് ചേർക്കുന്ന ട്രാപ്പല്ലേ ഇത്? നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ നിനക്കിവിടെ ഒരു രക്ഷയുമില്ല. വിസ്മയ്ക്ക് വേണ്ടി നീ ഇന്ന് പാടും, ഇല്ലെങ്കിൽ നിന്റെ അമ്മയുമായിട്ട് പോലീസ് ജീപ്പേ നേരെ കോടതിയിലേക്കാ പോകാൻ പോകുന്നത്. നിന്റെ അമ്മയെ വേണമെങ്കിലേ നീ ഇപ്പോൾ ശരിക്കൊന്ന് കണ്ടോ. ചിലപ്പോൾ നിന്റെ അമ്മയെ തിരിച്ചു നീ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അമ്മയെ കോടതിയിൽ ഹാജരാക്കേണ്ട. ചിലപ്പോൾ ആ അപമാനത്തിൽ ഹൃദയം തകർന്ന് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും. നിങ്ങൾക്ക് ഞാൻ പാടുകയല്ലേ വേണ്ടത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം. ഇത് കേൾക്കുന്ന അരുന്ധതിക്കും വിസ്മയ്ക്കും സന്തോഷമാവുകയാണ്. നിന്റെ അമ്മയെ കോടതിയിൽ ഹാജരാക്കുന്നില്ല, ഞാൻ ജയേഷിനോട് പറഞ്ഞേക്കാമെന്ന് അരുന്ധതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അഖില് ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇത് അഖില് ആനന്ദവർമ്മയോട് പറയുന്നു. ഇത് കേൾക്കുന്ന വർമ്മയും പറയുകയാണ്, മോനെ, ഞാനും വിളിച്ചു നോക്കിയിരുന്നു, സ്വിച്ച് ഓഫ് തന്നെയാണല്ലോ. ഇങ്ങനെ ആരോടും പറയാതെ ശ്യാമ എവിടെ പോയതാണ് അഖില് ചോദിക്കുമ്പോൾ വർമ്മ പറയുകയാണ്, എനിക്ക് തോന്നുന്നു ഇത് അരുന്ധതിയുടെയും മകളുടെയും എന്തോ ട്രാപ്പാണ്. ഇല്ലച്ചാ, ശ്യാമ അച്ഛന് വാക്ക് തന്നതല്ലേ എന്ന് അഖില് പറയുമ്പോൾ വർമ്മ പറയുകയാണ്, ഇല്ല മോനെ, എനിക്ക് തോന്നുന്നത് ഇത് അത് തന്നെയാണെന്നാ. ഞാൻ എന്താണെങ്കിലും ആ അരുന്ധതി ഒന്ന് വിളിച്ചു നോക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് വർമ്മ അരുന്ധതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയെയും ശ്യാമയും വിസ്മയുമാണ്. അരുന്ധതി പറയുക, വർമ്മയുടെ കോളാണ്, നീ ഒരു ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. നിനക്കറിയാലോ, ആ ജയേഷിന്റെ കസ്റ്റഡി തന്നെയാ നിന്റെ അമ്മ ഇപ്പോഴും. വർമ്മ എന്നെ സംശയിച്ചിട്ടാകും വിളിക്കുന്നത്. അത്രയും പറഞ്ഞ് അരുന്ധതി കോൾ എടുക്കുമ്പോൾ അരുന്ധതി എവിടെ എത്തിയെന്ന് വർമ്മ ചോദിക്കുന്നു. ഞങ്ങൾ എത്താറായെന്ന് അരുന്ധതി പറയുമ്പോൾ കൂടെ വേറെ ആരുണ്ടെന്ന് വർമ്മ ചോദിക്കുന്നു. വേറെ ആരുമില്ല സാർ, ഞങ്ങൾ മാത്രം. ശ്യാമ? അല്ല സാർ, അവിടെ എന്തെങ്കിലും സംസാരിച്ചതാണോ എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് വർമ്മ കോള് കട്ട് ചെയ്യുന്നു. അഖി, അവരെ സംശയിക്കാനും മാത്രം എനിക്കൊന്നും തോന്നിയില്ലെന്ന് വർമ്മ അഖിലിനോട് പറയുന്നു. എന്നാലും ഈ ശ്യാമ എവിടെ പോയതായിരിക്കുമെന്ന് അഖിൽ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയെയാണ്. അരുന്ധതി ശ്യാമയോട് പറയുകയാണ്, നീ ആരും കാണാതെ ഗസ്റ്റ് റൂമിൽ പോയി ഇരുന്നോണം. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. കൃത്യസമയമാകുമ്പോൾ ഞാൻ വരും. ബാക്കി സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞോളാം. നീ എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാലേ ആ നിമിഷം ജയേഷ് നിന്റെ അമ്മയെ ആ സെല്ലിലെ കെട്ടി തൂക്കും. അമ്മയ്ക്ക് വേണ്ടി നീ പാടിയാലേ ആ നിമിഷം നിന്റെ അമ്മയെ ഞാൻ തന്നെ എൻ്റെ കാറിൽ വീട്ടിൽ കൊണ്ടെത്തിക്കാം. എൻ്റെ അമ്മയുടെ പേരിലെ പിന്നെ ഒരു കേസും ഉണ്ടാകില്ല. പക്ഷേ അതിബുദ്ധി കാണിച്ച് എൻ്റെ മോളെ എങ്ങാനും ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ, പിന്നെ ഞാൻ നിന്നോട് പൊറുക്കില്ല.
നീയും നിന്റെ ഭർത്താവും പിന്നെ ഇവിടെ പിറന്നാൾ ആഘോഷത്തിനായിരിക്കില്ല ഉണ്ടാകുന്നത്, ബലികർമ്മത്തിനായിരിക്കും നിന്റെ അമ്മയുടെ. എന്നാ നീ ചെല്ല്, ആരും കാണാതെ ഗസ്റ്റ് റൂമിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞ് അരുന്ധതി ശ്യാമയെ ഇറക്കി വിടുകയാണ്. മമ്മി, ഇവളെങ്ങാനും ഇനി നമ്മളെ ചതിക്കുമോ എന്ന് വിസ്മയ ചോദിക്കുമ്പോൾ ഇല്ലെന്നും അവൾക്ക് അവളുടെ അമ്മയെന്നാൽ അത്രയ്ക്ക് ജീവനാണെന്നും അരുന്ധതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമ ആനന്ദ നിലയത്തിന്റെ വാതിൽക്കൽ നിന്ന് അകത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നതാണ്. അഖിലിനെയും വർമ്മയെയും കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. സാറിനോടും അച്ഛനോടും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ അവരെ നോക്കുന്ന ശ്യാമയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.